അതെ, എല്ലാവരും എന്നാ പറയണോ? രാവിലെ തന്നെ ഇച്ചിരി ഫുഡ് ഉണ്ടാക്കാൻ കയറിയതാ. എന്നാൽ പിന്നെ നിങ്ങളോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാവുമ്പം കുക്കിംഗ് എളുപ്പമാവുമല്ലോ. കുറച്ച് വാഴയ്ക്കാം, തോരനും വയ്ക്കാം. പിന്നെ നമ്മുടെ അന്നത്തെ മീനില്ലേ, സാൽമൺ, അത് നല്ല പുളിയിട്ട് കറിയും വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല പരിപാടികളുണ്ട്. ഓഫായതുകൊണ്ടും പിന്നെ ആ കിട്ടുന്ന ദിവസമായതുകൊണ്ടും പിള്ളേരെ കണ്ട് മുടി വെട്ടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടിൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് വീണിട്ടുണ്ട്. തന്നെയല്ല, ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് പെട്ടെന്ന് വേർക്കൂലേ, അതുകൊണ്ട് പറ്റി അങ്ങ് വെട്ടിച്ചേക്കാമെന്ന് വിചാരിച്ച് മുടി വെട്ടിക്കാൻ പോയതാട്ടോ. ഞാനിവരെ മുടി വെട്ടിക്കാൻ പോകുമ്പോൾ കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുണ്ട്. ഞാൻ കാറെടുക്കത്തില്ല, നടന്നേ പോകുള്ളൂ കേട്ടോ. എനിക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാൻ വലിയ ഇഷ്ടമാണ്. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നേ. പോകുന്ന വഴിക്ക് ചെറിയൊരു പാർക്കുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ദാഹം തോന്നി. എന്നാൽ പിന്നെ ഇച്ചിരി ഷേക്ക് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ഞാനേ ഇത്തവണ ആദ്യമായിട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുന്നേ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ ക്യൂരിയോസിറ്റിക്കൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗി. ഇതിൻ്റെ അകം പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, നമ്മുടെ അവോക്കാഡോ പോലെ. അതിനും ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ ഫ്രൂട്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഷേക്ക് അടിച്ച് കഴിഞ്ഞാൽ കുടിക്കുമെന്നല്ലാതെ അതിനോട് വലിയ ക്രേസ് ഒന്നുമില്ല. ഇതിൻ്റെ അകമാണെങ്കിൽ എന്ത് രസമാണ് എനിക്ക് കാണാനായിട്ട്. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും എൻ്റെ ഭാഷയിൽ. അല്ലെങ്കിൽ തന്നെ കൊച്ചിന് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഞങ്ങൾ സാധാരണ വാങ്ങിക്കാറുമില്ല. ഇവിടെ തന്നെ കിട്ടുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, അതൊക്കെ വാങ്ങിക്കാനാണ് പതിവ്. പൊതുവെ എനിക്ക് ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും വാങ്ങിക്കോ കഴിക്കാനുള്ളൊരു കൊതി മൂക്കുമ്പം ഞാൻ പോയി ഇടയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കും കേട്ടോ. അതല്ലാതെ ഇവിടുത്തെ ഫ്രൂട്ട്സ് മാത്രമാണ് വീട്ടിൽ മിക്കവാറും വാങ്ങിക്കാറ്. പുള്ളി പറയുന്നതും സത്യമാണ്. ഒരുപാട് നല്ലതുള്ളതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്തിനാ കാശ് കൊടുത്ത് ചീഞ്ഞ സാധനം വാങ്ങിക്കുന്നതല്ലേ. എന്തായാലും ഞാൻ ഇതും കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കി കേട്ടോ. കുറച്ച് പാലും ഷുഗറും ഒക്കെ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം കുടിക്കാവുന്ന പരുവത്തിനായി. പിള്ളേർക്കും കൊടുത്തു ഓരോ ഗ്ലാസ്. പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ സംഭവം മേടിക്കുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്ന് സാരം. വെറുതെ എന്തിനാ കാശ് കളയുന്നേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.